ജൂൺ 14 രാത്രി 9:30-ക്കാണ് ബ്രിട്ടന്റെ യുദ്ധവിമാനം F-35B തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തത്. എന്തൊക്കെ മേളായിരുന്നു എനിക്ക് അപ്പോഴേ തോന്നി. പക്ഷെ ഇതുവരെ വിമാനത്തിന്റെ മടങ്ങിപ്പോക്കിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ആ അനിശ്ചിതത്വം ഇങ്ങനെ നീളുകയാണ്. 900 ഇതിവിടുന്ന് കൊണ്ടുപോയില്ലേ? ഇതിവിടുന്ന് കൊണ്ടുപോയില്ലേന്ന് കൊണ്ടുപോയെങ്കിൽ ഇതെങ്ങനെ ഇവിടെ കിടക്കോ? 2 ആഴ്ചയിലേറെയായി ഹൈഡ്രോളിക് തകരാറ് പരിഹരിക്കാനാകാതെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കിടക്കുന്നതിനാൽ പരിഹാസ കഥാപാത്രമായി. 5ാം തലമുറയിലെ അത്യാധുനിക യുദ്ധവിമാനമാണെന്ന പരിഗണനയൊന്നും കൊടുക്കാതെയാണ് ട്രോളുകൾ. പ്രത്യേക പരിഗണന എനിക്ക് വേണ്ട, മറ്റെല്ലാവർക്കും കൊടുക്കുന്ന പോലെ തന്നാ മതി. എനിക്കും അയ്യോ അത് പറ്റില്ലല്ലോ. തെങ്ങിനും ആരെങ്കിലും ഒരേ തളപ്പെടുന്ന ശരിയാണോ? ഇതിൽ നിന്ന് പാക്ക് ചെയ്യാനുള്ള നീക്കം തുടങ്ങിയതായാണ് ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിലെ വാർത്ത. അബദ്ധം പറ്റിയല്ലേ? ഇങ്ങനൊന്നും ചെയ്യില്ല. 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. തകരാറ് പരിഹരിക്കാൻ കഴിയില്ലെങ്കിൽ ബ്രിട്ടനിൽ നിന്ന് വലിയ എയർക്രാഫ്റ്റ് കാരിയർ എത്തിച്ച് F-35B പൊളിച്ചു കൊണ്ടുപോകുമെന്നാണ് റിപ്പോർട്ടുകൾ. കൊണ്ടുപോകാൻ പറ്റുന്നില്ലെങ്കിലേ ഇവിടെ തന്നെ ഒരു കുഴി കുഴിച്ച് സംസ്കരിച്ചേക്ക്. അസ്ഥി നമുക്ക് ഭാരതപ്പുഴ കൊണ്ടുപോയി ഒഴുക്കാം. എന്തായാലും ഈ ആഴ്ച തന്നെ F-35Bയുടെ തിരുവനന്തപുരം വാസം അവസാനിക്കുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഒരു 10-15 രൂപ ചെലവാക്കിയ വണ്ടി നേരെ ആക്കാന്നാണ് മെക്കാനിക്ക് പറയുന്നത്. എത്രയും പെട്ടെന്ന് ഇത് ഇവിടുന്ന് എടുത്തോണ്ട് പോയില്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് സ്ഥലവാടക തരേണ്ടി വരും.